മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനേകായിരം മക്കൾ ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. ഈശോ അവരെല്ലാവരെയും കാണുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതു മനുഷ്യനും ബഹുമാനത്തിന് അർഹനായിത്തീരുന്നത് നന്മ ചെയ്യുമ്പോഴാണ്. മനുഷ്യനെ ചവിട്ടിമെതിക്കുകയും മനുഷ്യനെ പുച്ഛിക്കുകയും ചെയ്യുന്നവർക്ക് നന്മ പുറപ്പെടുവിക്കാനോ നന്മ ചെയ്യാനോ സാധിക്കുകയില്ല. തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ നമ്മോട് സംസാരിക്കുന്നു. 2 പീറ്റർ 1:8. നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. അപ്പോൾ വചനം നമ്മോട് പറയുന്നത്, നമ്മൾ പ്രയോജനക്ഷമതയുള്ളവരായിത്തീരണം, ഫലപ്രാപ്തിയുള്ളവരായിത്തീരണം. ഒരുവൻ പ്രയോജനക്ഷമതയും ഫലപ്രാപ്തിയും ഉണ്ടാകുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെയാണ്. ഈ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നന്മയെ ചവിട്ടിമെതിക്കുന്നത്, മനുഷ്യനെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നത്. യേശുവിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ ജ്ഞാനം വേണം, ആത്മസംയമനം വേണം, ക്ഷമ വേണം, ഭക്തി വേണം, സഹോദര സ്നേഹം വേണം. ഇതിലൂടെയാണ് യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ നീങ്ങുന്നത്. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, യേശു സഹിച്ചതുപോലെ സഹിക്കാനും, യേശു നന്മ ചെയ്തതുപോലെ നന്മ ചെയ്യാനും നമ്മൾ തയ്യാറാകുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. യേശുവിനെക്കുറിച്ച് പൂർണ്ണമായി ഒരാൾ അറിഞ്ഞാൽ അവൻ്റെ ജീവിതം ആകെ മാറി മറയും. യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, യേശു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാകണം. യേശുവിനെ അറിഞ്ഞും അനുഭവിച്ചും അനുസരിച്ചും അനുഗമിച്ചും ജീവിക്കുമ്പോൾ യേശു നമ്മിലൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പീഠത്തിൽ വയ്ക്കപ്പെട്ട വിളക്കുകളായി നമുക്ക് മാറാം. മകളെ, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദുഃഖദുരിതങ്ങൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുതുള്ളി ഉരുകിപ്പോകുന്ന പോലെ ഉരുകിപ്പോകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു അനുഗ്രഹിക്കുവാനായി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്ത് എത്തിച്ചേരുന്ന മക്കളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.